ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ. അവൻ ഈ വചനങ്ങൾ അരുളി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ അവളോട് പറഞ്ഞു, ദൈവവചനം കേട്ട് അത് അനുസരിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉപദേശത്തെ വിലമതിക്കുക എന്നതിനെ കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 14-ാം തിരുലിഖിതം, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇതാ ഈ നിമിഷം യേശുവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക ഇടങ്ങളിലിരുന്ന് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മണിക്കൂർ കർത്താവ് സ്വർഗത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ചെന്നൈയിൽ നിന്നാണ് ഈ കുടുംബം തങ്ങളുടെ അനുഭവം എഴുതി അറിയിക്കുന്നത്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഞങ്ങൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ഞങ്ങൾ മുടക്കം വരാതെ എല്ലാ ഞായറാഴ്ചകളിലും പങ്കുചേരുന്നവരാണ്. എൻ്റെ മകൻ ജിനു ആൻ്റണി, 19 വയസ്സ്, അവൻ പഠിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 26-ാം തീയതി ഇവിടെ ദീപാവലി ആയിരുന്നു. ദീപാവലി ആഘോഷിക്കാൻ കൂട്ടുകാർ ചേർന്ന് പടക്കം പൊട്ടിക്കാൻ ഗ്രൗണ്ടിലേക്ക് പോയി. ജിനു പടക്കം പൊട്ടിച്ചില്ല, വെറുതെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ നിന്നു. ഈ സമയം പൊട്ടാതിരുന്ന ഒരു പടക്കം ആ ഗ്രൗണ്ടിൽ കിടന്നിരുന്നു. അവൻ അത് എടുത്ത് കയ്യിൽ പിടിച്ച് കളയാൻ വേണ്ടി കൊണ്ടുപോയി. ആ പടക്കം അവൻ്റെ കയ്യിലിരുന്ന് അത് പൊട്ടി. കയ്യിൽ 9 സ്റ്റിച്ച്, മുഖത്തിൻ്റെ വലതുവശം തകർന്നു, നെറ്റി മുതൽ കൺപിരികം വരെ പൊള്ളിപ്പോയി. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. 10 ദിവസം കഴിഞ്ഞാണ് സ്റ്റിച്ച് എടുത്തത്. സ്റ്റിച്ച് എടുത്തപ്പോൾ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിലുള്ള ഭാഗം പഴുത്ത് എല്ല് കാണുന്ന വിധമായി ഇരിക്കുകയാണ്. മോനാണെങ്കിൽ ഭയങ്കര നിലവിളിയും കരച്ചിലും, വേദനയോട് വേദന കാരണം രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല. നവംബർ 6-ാം തീയതി ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഞായറാഴ്ച അവൻ പറയുകയാണ്, എൻ്റെ കൈ പോയേ. അവ കരച്ചിലും നിലവിളിയുമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണ്, രാത്രി 8:30 ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നീ വിഷമിക്കണ്ട. ഞങ്ങൾ അവന് പ്രത്യാശ കൊടുത്തു. അന്ന് രാത്രി TV-യുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ കുടുംബസമേതം കരഞ്ഞ് മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും നിലവിളിച്ച് മനമുരുകി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ആരാധന കഴിഞ്ഞപ്പോൾ കയ്യിലെ വേദനയിലൊരു വ്യത്യാസം. അന്ന് രാത്രി അവൻ നല്ലവണ്ണം ഉറങ്ങി. നേരം വെളുത്തപ്പോൾ ഇതാ കൈകളിലെ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. മുഖത്ത് ഒരു പാടുപോലും ഇല്ലാതെ മുറിവ് ഉണങ്ങുകയും ചെയ്തു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന ഈ സമയത്ത് വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ക്ഷീണങ്ങളും രോഗങ്ങളും ഭാരങ്ങളും പഴുപ്പും എല്ലാ ദുരദൃഷ്ടങ്ങളും കുടുംബത്തിന് ശരീരത്തിൽ നിന്ന് വിട്ടുമാറി പോകും. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ.
ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവേ, അനേക അവസ്ഥകളിൽ ഇരുന്നാണല്ലോ ഇപ്പോൾ അങ്ങയുടെ പൊന്നോമന മക്കൾ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യ സഹജമായ പീഡ അനുഭവിക്കുന്നവരെ, ഒരുപാട് അവസ്ഥയിലുള്ളവർ ഇതാ ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയാണല്ലോ. കർത്താവേ, അങ്ങയുടെ അത്ഭുത നാമം ഓരോ ദാസന്മാരുടെ മേലും ഓരോ ദാസിയുടെ മേലും ഇപ്പോൾ വ്യാപരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ക്ഷീണത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. മന്ദത, മരവിപ്പ് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. വലിയ ഉണർവ്, സൗഖ്യം, കൃപകൾ, അഭിഷേകങ്ങൾ, ശക്തി, വരദാനങ്ങൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉപദേശത്തെ വിലമതിക്കുക എന്നതിനെ കുറിച്ചാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ, അനേകരുടെ ജീവിതത്തിൽ അവരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ ഇടയിൽ പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണം ഉയർച്ച കൊടുക്കുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്നവരോട് ഒരു പ്രത്യേക ഈർഷ്യ, ഒരു പ്രത്യേകതരം ദേഷ്യം അവരെ അലട്ടുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ എന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അപ്പം മുതൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു ആത്മീയ ഉപദേശം തരുമ്പോൾ, ഒരു സദുപദേശം തരുമ്പോൾ, നല്ല മൂല്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഉടനെ ഒരു മറുതലിക്കുന്ന പ്രകൃതം അലട്ടുകയാണ്. ഒരു എതിർപ്പ്. എന്നെ ഒന്നും പഠിപ്പിക്കണം, എനിക്കറിയാം, അമ്മയുടെ ഉപദേശം ഒന്ന് നിർത്ത്. ഇങ്ങനെയുള്ള ചില പ്രത്യേക പ്രകൃതി അലട്ടാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഞാനൊരു മഹാദുഷ്ടനായതുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് ഇതേപോലുള്ള അവസ്ഥകളിൽ കടന്നു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരും കുട്ടികളുമുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പേർക്ക് ഈ ഒരു ദുർപീഡയുണ്ട്, ഒരു എതിർപ്പ്. ആരെങ്കിലും ഒരു ഉപദേശം കൊടുത്താൽ ഉടനെ അതിനോട് എതിർക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം. അത് നമ്മുടെ ഉള്ളിലെ ഒരു ദുഷ്ടത കൊണ്ടായിരിക്കണം നിർബന്ധമില്ല. മറിച്ച് നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ അധപ്പതനം ആഗ്രഹിക്കുന്ന ചില തിന്മയുടെ അരൂപികൾ, ചില ദുഷ്ടാത്മ പീഡകൾ, ചില ദുർപീഡകൾ നമ്മളെ അലട്ടാം. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ സതുപദേശം തരുന്നവരോട് ഒരു എതിർപ്പ് തോന്നും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൻ്റെ വില വിശുദ്ധ ലിഖിതം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് ഒന്നാമതായി നമ്മൾ കാണുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11ാം അധ്യായത്തിൽ 14ാം തിരുലിഖിതത്തിലാണ്. വചനം പഠിപ്പിക്കുകയാണ്, മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ധാരാളം ഉപദേഷ്ടാക്കൾ ഉണ്ടെങ്കിൽ അവിടെ സുരക്ഷിതത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിക്കുകയാണ്, മാർഗദർശനം അത് നമുക്ക് അത്യാവശ്യമാണ്. ഒരു പഠിക്കുന്ന കുട്ടിക്ക് മാർഗദർശനം വേണം. കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് മാർഗദർശനം വേണം. വൈദിക ജീവിതത്തിൽ മാർഗദർശനം വേണം. വിദ്യാർത്ഥിനായിരിക്കുമ്പോൾ മാർഗദർശനം വേണം. എല്ലാ അവസ്ഥകളിൽ ഇരിക്കുന്നവർക്ക് ജീവിതത്തിൽ മാർഗദർശനം ആവശ്യമാണ്. ഒരു രോഗത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാർഗദർശനം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദാരിദ്ര്യം കടബാധ്യത ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു മാർഗദർശനം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കഠിനമായ തരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു മാർഗദർശനം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, ആ ട്രാക്കിൽ നിന്ന് ഒരു ജീവിതം പുറത്തേക്ക് തെന്നിപ്പോയാൽ നല്ല ഉപദേശം കൊടുത്ത് ആ വ്യക്തിയെ നല്ല അവസ്ഥയിലേക്ക് ഉയർത്താൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഒരു കുടുംബത്തിൻ്റെ അനുഭവം. ഈ ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. എന്താണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത? ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഈ കുടുംബത്തിലെ അപ്പൻ മരത്തിൽ നിന്ന് വീണ് നടു തളർന്ന അവസ്ഥയിൽ കിടക്കയിൽ തന്നെ കിടപ്പായിട്ട് ഏതാണ്ട് 11 വർഷത്തോളമായി. ഈ കുടുംബത്തിലെ മറ്റൊരു പ്രത്യേകത, ഈ കുടുംബത്തിലെ അമ്മ
പാർക്കിൻസൺസ് എന്ന രോഗം പിടിപെട്ട് കഴിഞ്ഞ 28 വർഷമായി കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. നോക്കിയേ, വർഷങ്ങളോളം അപ്പനും അമ്മയും കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. ഇവിടെ 2 ആൺമക്കളുണ്ട്. ഒരു കുട്ടിക്ക് 32 വയസ്സും മറ്റേ കുട്ടിക്ക് 30 വയസ്സും. 30-32 വയസ്സ് വീതമുള്ള 2 മക്കളാണ് ഈ കുടുംബത്തിലുള്ളത്. ഈ 2 മക്കളുടെ വിവാഹം നടക്കുന്നില്ല. അങ്ങനെ ആ കുടുംബം ദുരിതം അനുഭവിക്കും. ആലോചനകൾ വരും. പക്ഷേ ഈ അപ്പനും അമ്മയും ഇങ്ങനെ തളർന്നു കിടക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് പല ആലോചനകളും മാറിപ്പോയി. ഇങ്ങനെ ഈ അവസ്ഥ ഇരിക്കുമ്പോഴാണ് ഇതാ ഈ കുടുംബത്തിലേക്ക് ഒരു സിസ്റ്റർ കടന്നു ചെന്നു. വേറെ ബാക്കി പറഞ്ഞാൽ ദൈവം ഒരു സിസ്റ്ററെ, ഒരു ദൈവദൂതനെ പോലെ അങ്ങോട്ട് അയച്ചു. ആ സിസ്റ്ററിൻ്റെ പേരാണ് സിസ്റ്റർ റോസ്മിൻ ജോസ്. ഈ സിസ്റ്റർ ആ ഭവനത്തിൽ കടന്നു ചെന്നു. ഈ അവസ്ഥ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ആ ഭവനത്തിലേക്ക് ചെന്നത്. അപ്പോൾ ഈ ഒരു കഠിന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ 2 മക്കൾ മാനസികമായി ഏറെ വിഷമിക്കുന്നത് സിസ്റ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിസ്റ്റർ അവരോട് പറഞ്ഞു, അവർക്ക് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഷാലോം ചാനൽ തുറന്ന് അവിടെ നിങ്ങൾ വചനം കേൾക്കണം, പ്രാർത്ഥനകളിൽ പങ്കുചേരുക. പ്രത്യേകിച്ച് ഞായറാഴ്ച തോറുമുള്ള അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ ഒരു ഉപദേശം, ഇതൊരു ഉപദേശമാണ്. ആ ഒരു കുടുംബത്തിൻ്റെ വേദന കണ്ടു, ആ ഒരു വിഷമം കണ്ടു, കണ്ണുനീര് കണ്ടു, ഹൃദയത്തിൽ ഭാരപ്പെടുന്ന ദൈവമക്കളെ കണ്ടു. ഉടനെ സിസ്റ്റർ ആ കുടുംബത്തിലൂടെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് ഒരു ഉപദേശം അങ്ങോട്ട് കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 32 വയസ്സുള്ള ആ മകനും 30 വയസ്സുള്ള അങ്ങനെ 2 പേര്, അവർ 2 പേരും അതങ്ങോട്ട് അനുസരിച്ച്, ഹൃദയപൂർവ്വം ആ ഉപദേശം സ്വീകരിച്ച് അങ്ങോട്ട് അനുസരിച്ച് അവരങ്ങോട്ട് പ്രാർത്ഥിച്ച്. ഇതാ ഈ ലെറ്റർ, സാക്ഷ്യ ലെറ്ററിൽ എഴുതി അറിയിച്ചിരിക്കുകയാണ്, ഏതാണ്ട് 2-2.5 മാസം പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ഇതാ നല്ലൊരു ആലോചന വന്നു. അവർ ആ കുടുംബത്തെ ഇഷ്ടപ്പെട്ടു. ഈ 11 വർഷമായി മരത്തിൽ നിന്ന് വീണ് തളർന്നു കിടക്കുന്ന അപ്പനെയും 28 വർഷമായി പാർക്കിൻസൺസ് രോഗം പിടിച്ച് കട്ടിലിൽ തന്നെ ആയിരിക്കുന്ന അമ്മയെയും നല്ല സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ച് ഒരു ജീവിത പങ്കാളി ആ മൂത്ത മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവരുടെ വിവാഹം മനോഹരമായി നടന്നു. അവരുടെ ഫോട്ടോയും ഇതാ ഈ സാക്ഷ്യ ലെറ്ററിനോടുകൂടെ അയച്ചു തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഒരു കുടുംബത്തിൽ ഒരു തകർച്ച, ഒരു അന്ധകാരം, ഒരു വിഷമം, ഒരു എല്ലാം അടഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ വേദനിച്ചപ്പോൾ ദൈവം ഒരു സിസ്റ്ററെ ആ കുടുംബത്തിലേക്ക് അയച്ചു. സിസ്റ്റർ അവർക്ക് ദൈവികമായ ഒരു ഉപദേശം കൊടുത്തു. അതൊരു ദൈവവചനമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നിന്നുള്ള ഒരു നല്ല ഉപദേശമാണ് കൊടുത്തത്. ആ ഉപദേശത്തെ ആ ദൈവജനം സ്വീകരിച്ചു, ആ ദൈവമക്കൾ സ്വീകരിച്ചു. അവർക്ക് ആ കുടുംബത്തിൽ ദൈവം രക്ഷയുടെ അനുഭവം തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപദേശിക്കുന്നവരെ കാണുമ്പോൾ വെറുപ്പ് തോന്നരുത്. ഉപദേശം കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ, ആ പ്രകൃതത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശ്ലീഹ ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ളിടത്തോളം കാലം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. പരസ്പര അമ്മ മക്കളെ ഉപദേശിക്കണം, അപ്പൻ മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം, ജീവിത പങ്കാളിമാർ തമ്മിൽ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ. വികാരിയച്ഛന്മാർ ജനത്തിന് ഉപദേശം കൊടുക്കണം, സിസ്റ്റർമാർ കുടുംബങ്ങൾക്ക് ഉപദേശം കൊടുക്കണം, തമ്മിൽ ഉപദേശിക്കണം. ഹല്ലേലൂയ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടി തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന് ചില കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നടുവിൽ, ചില പ്രത്യേക തരത്തിലുള്ള തകർച്ച, ചില പ്രത്യേക പരാജയങ്ങൾ, ചില പ്രത്യേക തരത്തിലുള്ള അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ പാപത്തിൻ്റെ വഞ്ചന ഇതാ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവത്തോടൊരു എതിർപ്പ്,
ആത്മീയ വഴികളോട് എതിർപ്പ്, ഒരു പ്രത്യേക തരത്തിലുള്ള മാർക്കടമുഷ്ടി, ഒരു ദുർസ്വഭാവം, അതെല്ലാം ജീവിതത്തിലേക്ക് കയറി വരും. അപ്പോൾ നല്ല ഉപദേശങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പറ്റിയ വിധത്തിലുള്ള ആളുകളെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും. ചിലപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളായിരിക്കും, ചിലപ്പോൾ ഇടവകയിലെ തലമുതിർന്നവരായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിലെ ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ ഭവനത്തിലെ നല്ല ജ്ഞാനമുള്ളവരായിരിക്കും. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ സ്വർഗം തന്നെയാണ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും പരസ്പരം ഉപദേശിക്കുവിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഒരു ആത്മാവ് നിത്യരക്ഷയിൽ നിന്ന് താഴ്ത്തിക്ക് പോകരുത്, നിത്യ നരകാഗ്നിയിലേക്ക് പോകരുത്. ഉപദേശം ആവശ്യമാണ്, ഉപദേശം ആവശ്യമാണ്. ഉപദേശിക്കുന്നവരെ ദൈവം മാനിക്കുന്നുണ്ട്, ഉപദേശങ്ങൾക്ക് ദൈവം വില കൽപ്പിക്കുന്നുണ്ട്, ദൈവവചനവും ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ പൂരിതമായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ അപ്പോസ്തലനായ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ ഒരു രീതിയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൽ 20-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ സ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അനുസ്മരിക്കുവിൻ. പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, മക്കളെ ഉപദേശിക്കുന്നതിൽ നിന്ന് വിരമിക്കരുത്. 3 വർഷം കണ്ണുനീരോടുകൂടെ എല്ലാ ഉപദേശങ്ങളും പെട്ടെന്ന് ഇരുകാലങ്ങളിൽ നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ എതിർപ്പുണ്ടാവും, ചിലപ്പോൾ പുറംതിരിഞ്ഞ് നടക്കും, ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. എങ്കിലും ശ്ലീഹ എന്ത് ചെയ്തു? മനസ്സിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ ശരണപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ശ്ലീഹ രാപകൽ കണ്ണുനീരോടുകൂടെ ഉപദേശിക്കുന്നതിൽ നിന്ന് വിരമിക്കാതെ അവരുടെ നടുവിൽ ഒരു ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തിയായി നിലകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപദേശങ്ങൾക്ക് വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെന്തിനു വേണ്ടിയാണ് ശ്ലീഹ ഇങ്ങനെ ചെയ്തത്? അടുത്ത വചനത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഇത് നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും വേണ്ടി തന്നെ. ഉത്കർഷം ഉണ്ടാക്കുക, എല്ലാ വിശുദ്ധരുടെയും ഇടയിൽ അവകാശം ലഭിച്ച് നല്ല സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാകുക. ഇതിന് നമ്മളെ നല്ല ഉപദേശങ്ങൾ സഹായിക്കും. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 13 മുതൽ 15 വരെ തിരുലിഖിതങ്ങൾ എല്ലാ ദൈവമക്കളെയും പഠിപ്പിക്കുകയാണ്. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു, കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ഇതാ ആ ചെന്നൈയിൽ നിന്നുള്ള ആ കുട്ടിയുടെ അനുഭവം തന്നെ എടുക്ക്. ഇവന് 19 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഓർക്കണം. നല്ല കോഴ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവനങ്ങനെ കൈയെല്ലാം പഴുത്ത് അസ്ഥി പുറത്തേക്ക് കാണുന്ന വിധം ശരീരത്തിലെ മാംസം പഴുത്തിരിക്കുകയാണ്. അങ്ങനെ പഴുത്തിരിക്കുമ്പോൾ അയ്യോ എൻ്റെ കൈ പോയേന്ന് പറഞ്ഞ് നിരാശയും വേദനയും കരച്ചിലും നിലവിളിയും, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണ്, ഷാലോൺ TV നമുക്ക് തുറക്കാം, ഷാലോൺ TVയിൽ വചനപ്രഘോഷണമുണ്ട്, അത് കേൾക്കാം, അഭിഷേകത്തിന് പ്രോഗ്രാം പങ്കുചേരാം, കർത്താവ് അനുഗ്രഹിക്കും. ഒരു ഉപദേശമാണത്. അവൻ ആ 19 വയസ്സുള്ള ആൺകുട്ടി ആ ഉപദേശത്തെ സ്വീകരിച്ചു. ആ അമ്മയോടുകൂടെ അവൻ ആ സമയം യേശുവേ എന്ന് വിളിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി മാറി. അതാണ് സുഭാഷിതം 13:13 പഠിപ്പിക്കുന്നത്. കൽപ്പന അനുസരിക്കുന്നവന്, ഉപദേശത്തെ ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്, മരണത്തിൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു. ഒരുപക്ഷെ അമ്മയായിരിക്കാം, ഒരുപക്ഷെ അപ്പനായിരിക്കാം, ഒരുപക്ഷെ കുടുംബത്തിലെ മൂത്ത കൂടപ്പിറപ്പുകളായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളായിരിക്കാം, വികാരിജനോ സിസ്റ്റർമാരോ ആയിരിക്കാം. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്, മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഉപദേശം ദൈവം വെറുതെ വിടുന്നതെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് എരച്ചു കയറി വരുന്ന പല അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ, പല മരണങ്ങൾ ഒഴിവാക്കാൻ, പല ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ദൈവം സ്വർഗത്തിലെ ദൂതനെ അയക്കുന്നത് പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും അയക്കുമെന്ന് മനസ്സിലാക്കണം.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള മനുഷ്യന്മാർ വരുമ്പോഴാണ് അവർ നല്ല കാര്യങ്ങളെ നമ്മളോട് പറയാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് നമ്മെ സഹായിക്കുന്നു. സൽബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു. അവിശ്വസ്തരുടെ മാർഗങ്ങളാകട്ടെ അവർക്ക് നാശം തന്നെ വരുത്തി വെക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 18-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു, ശാസനം ആദരിക്കുന്നവനാകട്ടെ ബഹുമാനിക്കപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനസ്സിനൊരു തെളിഞ്ഞ അവസ്ഥ വേണം. ഒരു നല്ല മനുഷ്യൻ ഒരു ഉപദേശം തരുമ്പം, നമ്മുടെ കുടുംബത്തിൽ മുതിർന്നവർ ഒരു ഉപദേശം തരുമ്പോൾ, ജീവിത അനുഭവങ്ങളുടെ നിറവിൽ നിൽക്കുന്നവർ ഒരു ഉപദേശം തരുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ ഹൃദയത്തിനൊരു തെളിമ, ഒരു നല്ല ഒരു നിറവ്, ഒരു അഭിഷേകം, ഒരു ആത്മാവിൻ്റെ ടച്ച് ഇതുണ്ടെങ്കിൽ ഈ ഉപദേശം സ്വീകരിക്കാൻ എളുപ്പമുണ്ട്. 2 കരങ്ങൾ ഉയർത്തി ഈ സമയം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരസ്പരം ഉപദേശിക്കുമ്പോൾ ദൈവമേ, ഒരുപക്ഷെ സ്വീകരിക്കുന്ന അവസ്ഥയല്ല, എല്ലാം തിരസ്കരിക്കുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല, എങ്കിൽ പോലും പകലുകൾ പരസ്പരം എല്ലാ ദിവസവും ഉപദേശിക്കുന്നതിൽ നിന്ന് വിരമിക്കാതിരിക്കാൻ എല്ലാവരും അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഓരോ കുടുംബങ്ങളിലും പരസ്പരം ഉപദേശിക്കാനുള്ള ഈ അഭിഷേകത്തെ പകരണമേ. ഓരോ ഇടവകകളിലും ഓരോ സ്ഥാപനങ്ങളിലും പരസ്പരം ഉപദേശിക്കാനുള്ള ഈ അഭിഷേകത്തെ നൽകണമേ. അങ്ങനെ സാത്താന്റെ കുതന്ത്രങ്ങളെ തകർക്കാൻ കർത്താവേ, കുടുംബങ്ങളിൽ തന്നെ അവിടുന്ന് ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. കൂടപ്പിറപ്പുകളുടെ ഇടയിൽ തന്നെ ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. കോൺവെന്റിൽ ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. ഇടവകളിൽ ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. നല്ല ഉപദേശങ്ങൾ, സ്വർഗത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന നല്ല ഉപദേശങ്ങളെ ഭൂമിയിൽ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന നല്ല ദൂതന്മാരെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപദേശത്തോട് മല്ലടിക്കുന്ന എല്ലാ അരുവികളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട ദൈവമക്കളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപദേശത്തെ സ്വീകരിച്ച് ഉത്കർഷത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ദൈവകൃപയുടെ ആത്മാവ് ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരുണ്യമേ ദൈവമായെന്നിൽ വാഴുന്ന കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദാനമായെല്ലാം നൽകുന്ന കാരുണ്യമേ. ദിവ്യകാരുണ്യമേ, ദാനമായെല്ലാം നൽകുന്ന കാരുണ്യമേ. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മോട് പറഞ്ഞു, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അവിടുന്ന് നീതി പുലർത്തുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവിടുന്ന് അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിലവിളിക്ക് ഉത്തരം തരുന്ന കർത്താവ് ബൈബിളിലെ ദൈവം. 2 കരങ്ങളും രക്ഷിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം.
ഇതാ യേശുവാണ് നമ്മുടെ സന്നിധിയിൽ. ഇതാ സത്യമായി യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ. നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന മുറി മുഴുവനിലേക്കും ഇപ്പോൾ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി, തിരു രക്തത്തിൻ്റെ ശക്തി, തിരുനാമത്തിൻ്റെ ശക്തി നിറയുകയാണ്. കരങ്ങളെ ഉയർത്തുക, യേശുവിലേക്ക് നോക്കുക. എല്ലാവരും വിളിക്കട്ടെ, യേശുവേ യേശുവേ. ഓ മഹത്വത്തിൻ്റെ രാജാവേ, കുടുംബങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് ഇടിമിന്നൽ പോലെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കാലങ്ങളായി ഈ കുടുംബങ്ങളിൽ തളം കെട്ടി കിടക്കുന്ന എല്ലാ തകർച്ചകളുടെ മേലും അത്ഭുത ശക്തി വ്യാപരിച്ച് എല്ലാ തകർച്ചകളും, പരാജയങ്ങളും, കണ്ണുനീരും, എല്ലാ അധപതനങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെല്ലാം അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും രോഗികൾ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥന, മരവിപ്പ്, മന്ദത, വെറുപ്പ്, വിദ്വേഷം, ദൈവത്തോട് സ്നേഹമില്ലായ്മ, എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന.